ഓം ശാന്തി. ഏകാഗ്രമായിരുന്ന് ഞാൻ മസ്തകമധ്യത്തിൽ ശ്രദ്ധിക്കുകയാണ്. ഒരു പ്രകാശിക്കുന്ന ജ്യോതിപുഞ്ചത്തെ കാണുന്നു. അതാണ് ഞാൻ ഈ ദേഹത്തിൽ നിന്നും വേറിട്ട വിദേഹി ആത്മാവാകുന്നു. ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് മഹാജ്യോതി ശിവബാബയെ എന്റെ ദിവ്യ നേത്രത്തിനു മുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാബയുടെ കൂട്ടിന്റെ അനുഭവം ചെയ്യുന്നു. ബാബയോട് കണക്ഷൻ വെക്കുന്നു. സ്വയം തന്നിൽ പരമാത്മ ശക്തികളുടെ കറന്റ് അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മാവ് പരമാത്മ ശക്തികളാൽ സമ്പന്നമാകുന്നു. എന്റെ ശുദ്ധവൃത്തിയിലൂടെ ശുഭഭാവനയിലൂടെ സർവരെയും പരിവർത്തനം ചെയ്യാനുള്ള ശക്തി എന്നിലുണ്ടാകുന്നു. ഞാൻ ദയാസാഗര ബാബയുടെ സമാനം മാസ്റ്റർ ദയാസാഗരമാണ്. സർവാത്മാക്കളുടെയും പ്രതി ഞാൻ ശുഭഭാവന വെക്കുന്നു. സർവരോടും ആത്മീയ സ്നേഹമുണ്ട്, ദയാഭാവമുണ്ട്. ഞാൻ ബാബ് സമാനം മാസ്റ്റർ ദയാസാഗരനായി ആത്മാക്കളെ മുന്നിൽ മർജ് ചെയ്ത് അനുഭവം ചെയ്യുകയാണ്. സ്നേഹസാഗരമായ ശിവബാബയിൽ നിന്നും ആത്മീയ സ്നേഹത്തിന്റെ കിരണങ്ങൾ പുറത്തേക്ക് പ്രവഹിച്ച് എന്നിൽ സമാവേശമായി ആത്മാക്കൾക്ക് ലഭിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ ഓരോ ആത്മാക്കളുടെയും പ്രതി ആശീർവാദങ്ങൾ പ്രകടമാകുന്നു. സർവരുടെയും മംഗളമുണ്ടാകട്ടെ. സർവരും സുഖിയായിരിക്കട്ടെ. എന്തു തന്നെ സംഭവിച്ചാലും ആരുടെയും ദോഷമല്ല. ആ ആത്മാക്കളോട് ഹൃദയത്തിൽ നിന്നും ക്ഷമയാചിക്കുന്നു. വലിയ ഹൃദയത്തോടെ ക്ഷമ നൽകുന്നു.
സർവ ആത്മാക്കൾക്കും ശുഭഭാവനയുടെ ശുഭകാമനയുടെ പ്രകമ്പനങ്ങൾ നൽകുന്നു. എൻ്റെ ദിവ്യ നേത്രത്തിനു മുന്നിൽ ഞാൻ സൃഷ്ടി ഗ്ലോബിനു മുകളിൽ തിളങ്ങുന്ന ആത്മാക്കളെ കാണുന്നു. അനുഭവം ചെയ്യുകയാണ് പരമധാമത്തിലിരുന്ന് ബാബയിൽ നിന്നും വരുന്ന സ്നേഹത്തിൻ്റെ പ്രകമ്പനകൾ എന്നിൽ സമാവേശമായി സർവ ആത്മാക്കൾക്കും പ്രാപ്തമാകുന്നു. സർവരും പരമാത്മ സ്നേഹത്താൽ സമ്പന്നമാകുന്നു. സർവ ആത്മാക്കളുടെയും പ്രതി ശുഭകാമനയുണ്ടാകുന്നു. സർവരും സുഖിയാകട്ടെ. സർവരുടെയും കഷ്ടങ്ങൾ ദൂരെയാകട്ടെ. സർവരുടെയും ജീവിതം നിർവിഘ്നമാകട്ടെ. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് ശുഭചിന്തനത്തിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ശുഭചിന്തക ആത്മാവാകൂ. ബാബ പറഞ്ഞു തരികയാണ് സദാ സമർത്ഥമായിരിക്കാൻ 2 ശബ്ദങ്ങൾ ഓർമ്മിക്കൂ. ശുഭചിന്തകൻ, ശുഭചിന്തക്. ശുഭചിന്തകൾ, ശുഭചിന്തക്. ശുഭചിന്തകനായി വൈബ്രേഷൻ നൽകുകയാണെങ്കിൽ പരിവർത്തനമുണ്ടാകുന്നു. ബാബ ജ്ഞാനരത്നങ്ങളെ കൊണ്ടും ഗുണങ്ങളെ കൊണ്ടും ശക്തികളെ കൊണ്ടും കളിക്കാൻ പഠിപ്പിക്കുന്നു. മണ്ണിൽ കളിക്കില്ല. ബാബ എന്നെ ധാരണ ചെയ്യിപ്പിക്കുന്നു. ഞാൻ ബാബയ്ക്ക് സമാനം മധുരമാകണം. സർവർക്കും സുഖം നൽകണം. മുള്ളുകളെയും പുഷ്പമാക്കുന്ന സേവനം ചെയ്യണം. ബാബ മനസ്സിലാക്കി തരുന്നു, ഈ വിനാശി ശരീരത്തോട് മനസ്സ് വെക്കരുത്. മോഹജീതാവണം. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ആര് ശരീരം ഉപേക്ഷിച്ചാലും ഞാൻ കരയില്ല. ബാബ വന്നിരിക്കുന്നു. മുള്ളുകളെ പോലെയുള്ള ആത്മാക്കളെ പുഷ്പ സമാനമാക്കി പരിവർത്തനപ്പെടുത്തുന്നു. ധാരണാസ്വരൂപാത്മാക്കൾ സ്വയം തൻ്റെയും മറ്റുള്ളവരുടെയും കല്യാണത്തിനു വേണ്ടിയുള്ള സേവ ചെയ്യുന്നു. നഷ്ടോമോഹിയായി ആത്മീയ സേവയിൽ മുഴുകിയിരിക്കുന്നു. അവസ്ഥ ഏകരസമാക്കുന്നു. അവഗുണങ്ങളാകുന്ന മുള്ളുകളെ മാറ്റുന്നു. ഞാൻ എന്നെ തന്നെ ചെക്ക് ചെയ്യുന്നു. ഞാൻ ദേവി പുഷ്പമായിരിക്കുന്നുവോ അതോ കലിയുഗി അസുരീയ മുള്ളുകളാണോ എന്ന്. ഞാൻ സത്യയുഗി പുഷ്പമാകാനായി സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പുഷ്പമായി മാറുന്നു. പരംപിത പരമാത്മാവിനെ ഓർമ്മിക്കുന്നു. അപ്പോൾ
എന്നിൽ നിന്നും അവഗുണങ്ങൾ മാറിപ്പോകുന്നു. മാത്രമല്ല സതോ പ്രധാനമാവുകയും ചെയ്യുന്നു. ദുഃഖഹർത്ത സുഖകർത്ത ബാബയുടെ കുട്ടിയായ ഞാൻ ആർക്കും ദുഃഖം കൊടുക്കില്ല, സദാ സുഖം മാത്രം നൽകുന്നു. പരിധിയില്ലാത്ത ബാബ ജ്ഞാനസാഗരനാണ്. ബാബയിൽ നിന്നും ഞാൻ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. ഓർമ്മയുടെ ബലത്തിലൂടെ സതോ പ്രധാനമായി കൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയെ പ്രാപിച്ചു, ബാബയോട് കണക്ട് ചെയ്തു, പിന്നെ ഓർമ്മയുടെ യാത്ര ചെയ്യുന്നു. ധാരണാസ്വരൂപി ആത്മാക്കൾക്ക് തന്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. എന്റെ ഉത്തരവാദിത്വമാണ് ബാബയുടെ ഓർമ്മയിലിരിക്കുക. ഇതിലൂടെ അപാര സുഖം ലഭിക്കുന്നു. ഓർമ്മിച്ചോർമ്മിച്ച് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നു. ബാബയെ പോലെ അതിമധുരമായി മറ്റാരുമില്ല. ശരീരത്തിന്റെ മേലെ വിശ്വാസം വെക്കാൻ പറ്റില്ല. ഞാൻ ബാബയുടേതായി മാറി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബയുടെ ആജ്ഞ അനുസരിച്ച് എത്രയും സാധിക്കുന്നുവോ അത്രയും സതോ പ്രധാനമാകുന്നു. ബാബ സ്വർഗത്തിന്റെ ഗേറ്റ് തുറക്കാൻ പോകുന്നു. അതിനാൽ ഞാൻ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കുന്നു. വിജയമാലയിലെ മണിയാകാൻ പുരുഷാർത്ഥം ചെയ്യുന്നു. മഹാവീരനാകുന്നു. പരിധിയില്ലാത്ത ബാബ സ്വർഗത്തിന്റെ അധികാരിയാക്കാൻ കുട്ടികളെ തന്റെ മടിയിലെടുക്കുന്നു. മുള്ളുകളെ മടിയിലിരുത്തി പഠിപ്പിക്കുന്നു. സ്നേഹസാഗര ബാബ മുള്ളുകളെ പോലും പുഷ്പങ്ങളാക്കുന്നു. പുഷ്പമായി തീരുകയാണെങ്കിൽ സദാ പുഷ്പമായിരിക്കും. ഭ്രഷ്ടാചാരിയായവരെ ശ്രേഷ്ഠാചാരിയാക്കുന്നു. ബാബ സദാ വിടർന്ന പുഷ്പമാണ്. ബാബ എന്നെ വളരെ ഉയർന്ന സ്ഥിതിയിലിരുത്തുന്നു. ഗ്രഹസ്ഥത്തിൽ കമലപുഷ്പ സമാനം പവിത്രമാകുന്നു. യോഗാഗ്നിയിലൂടെ ജന്മജന്മങ്ങളിലെ ക്ലാവുകൾ മാറ്റുന്നു. ഇതിലൂടെ സർവ പാപങ്ങളും ഭസ്മമാക്കുന്നു. ഞാൻ സത്യമായ സ്വർണമാകുന്നു. ആത്മാവിലെ ക്ലാവ് പിടിച്ചത് മാറ്റാൻ ബാബ നല്ല യുക്തി പറഞ്ഞു തരുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ. മാമേക്കം യാദ് കറോ. ബാബയുടെ ശ്രീമതമാണ് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി സഹോദര ദൃഷ്ടി വയ്ക്കൂ. അപ്പോൾ ക്രിമിനൽ ചിന്തകൾ പൂർണ്ണമായും പുറത്തു പോകുന്നു. ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി വിനാശി ശരീരത്തോടുള്ള മമത്വം ഒഴിവാക്കുന്നു. ബാബ പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആര് മരിച്ചാലും കരയരുത്. ബാബയെ ഓർമ്മിക്കൂ. സതോ പ്രധാനമാകൂ. പുരുഷാർത്ഥത്തിലൂടെ മാത്രമേ
വിജയമാലയിലെ മണിയാകാൻ സാധിക്കുകയുള്ളൂ.